കർത്താവുതങ്കം വീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയ സന്തോഷം മധ്യാകാശത്തിൽ സുഭാഷിതം. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ദാനിയേൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു, എന്നോടുകൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല. എങ്കിലും ഒരു മഹാഭ്രമം അവർക്ക് പിടിച്ചിട്ട് അവർ ഓടി ഒളിച്ചു. ആൻഡ് ഐ, Daniel alone saw the vision, for the men who were with me did not see the vision, but a great terror fell upon them, so that they fled to hide themselves. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ ദാനിയേൽ കണ്ട ദർശനവും അതിനെക്കുറിച്ചുള്ള വിവരണവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാനിയേൽ ഒരു ദർശനം കാണുന്നു. ആ കാലത്ത് 3 ആഴ്ചവട്ടക്കാലം അദ്ദേഹം ദുഃഖിച്ചുകൊണ്ടിരുന്നു എന്നെഴുതിയിരിക്കുന്നു. ആ ദുഃഖത്തിന്റെ പ്രതീകമായിട്ടായിരിക്കാം അദ്ദേഹം സാധുഭോജനം ഭക്ഷിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ എണ്ണ തേക്കുകയോ ചെയ്തിരുന്നില്ല എന്ന് എഴുതിയിരിക്കുന്നു. ദാനിയേൽ കണ്ട ദർശനം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരും തന്നെ കണ്ടില്ല. എങ്കിൽ തന്നെയും അവർക്കൊരു പരിഭ്രമം ഉണ്ടായി എന്ന് എഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവത്തോട് അടുത്തിരിക്കുന്ന ദൈവജനങ്ങൾ കാണുന്ന ദർശനങ്ങൾ മറ്റുള്ളവർക്ക് കാണുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. തന്നെയുമല്ല, ദൈവം കാണിക്കുന്ന ദർശനത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പരിഭ്രമവും ഉണ്ടാകും. ആ ദർശനത്തെ തുടർന്ന് തനിക്കുണ്ടായ അനുഭവങ്ങളും ഭയപ്പെട്ട് വിറയൽ പിടിച്ച ദാനിയേലിനെ ബലപ്പെടുത്തിയ വിവരണങ്ങളുമാണ് തുടർന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കുലയും നിശ്വസിച്ചുകൊണ്ട് അന്നത്തെ മഹാപുരോഹിതന്റെ അടുക്കൽ നിന്നും അധികാരപത്രവും വാങ്ങി ക്രിസ്തുവിന്റെ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടേണ്ടതിന് വേണ്ടി പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നുള്ള ശബ്ദവും കേട്ടു. 9:17 പറഞ്ഞിരിക്കുന്നത്, അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ഈ സംഭവങ്ങളൊക്കെ നമ്മെ എന്താണ് വിളിച്ചറിയിക്കുന്നത്? ദൈവം ദർശനവും വെളിപ്പാടുകളും നൽകുമ്പോൾ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കുവാനോ അറിയുവാനോ കഴിഞ്ഞെന്ന് വരികയില്ല. യേശു കർത്താവ് തന്റെ സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വെളിപ്പെട്ടു വരും. 1 തെസ്സലോനിക്കർ 4:16-17 പറഞ്ഞിരിക്കുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. യേശു കർത്താവിൽ വിശ്വസിച്ച് അവന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നവരുടെ കാതുകളിൽ ഈ ശബ്ദം മുഴങ്ങും. ലോകത്തിൽ അന്ന് വരെ ഉണ്ടായിട്ടുള്ള സകല സംഭവങ്ങളിലും വെച്ച് ഏറ്റവും മഹത്തായ സംഭവമായിരിക്കും. എന്നാൽ അന്ന് ലോകത്തിൽ അവശേഷിക്കുന്ന ജനങ്ങൾക്ക് വലിയ പരിഭ്രാന്തിയും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, അത് എത്രയും വേഗം സംഭവിക്കുവാൻ പോകുന്നു. കർത്താവിന്റെ വരവിന് മുമ്പായി നടക്കേണ്ട സകല സംഭവങ്ങളും നടന്നിരിക്കുന്നു. അന്ന് മഹാഭ്രമം പിടിച്ച് പിശാചിന് അടിമകളായി തീരുവാനിടയാകാതെ യേശു കർത്താവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാം. ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. വിശ്വസിക്കാം, പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള പിതാവേ, യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്ന് പരമയാഗമായി തൻ്റെ ജീവൻ അർപ്പിച്ചത് അടിയങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ വിശുദ്ധ സഭയെ സ്വീകരിക്കുവാൻ മേഘത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അടിയങ്ങളെയും കൈക്കൊള്ളണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. Mana